അനവസരത്തിലെ മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ സൂംബ ഡാൻസും കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടത്തിയ പ്രതികരണവും ഇപ്പോൾ വലിയ വിവാദമാവുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടെ മന്ത്രിക്കെതിരെ വലിയ രീതിയിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ നിറയുന്നത്. കൊല്ലം തേവലക്കരയിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ പോയ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് 13-കാരനായ മിഥുൻ എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചത് ഇന്നലെയാണ്. വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നാലെ മന്ത്രി ജെ ചിഞ്ചുറാണി നടത്തിയ പരാമർശം വലിയ വിവാദമായി. ഒരു പയ്യന്റെ ചെരുപ്പാണ്. ആ പയ്യനെ ചെരുപ്പെടുക്കാൻ ഷെഡിന്റെ മുകളിൽ കയറി. ചെരുപ്പെടുക്കാൻ പോയപ്പോൾ കാലൊന്ന് തെന്നി പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ കമ്പിയിലാണ്. ഇതിലാണ് കറണ്ട് കടന്നു വന്നത്. കുട്ടി അപ്പോഴേ മരിച്ചു. ഇതിൽ അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പ്രസ്താവന. സംഭവത്തിൽ അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് മന്ത്രി ചോദിക്കുന്നത്. മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ അധ്യാപകരെ കുറ്റം പറയാനാവില്ലെന്നും മന്ത്രി തുറന്നടിച്ചു. സഹപാഠികൾ വിലക്കിയിട്ടും മിഥുൻ വലിഞ്ഞു കയറിയെന്നും മന്ത്രി പറഞ്ഞു. ഈ പ്രസ്താവന പുറത്തു വന്നപ്പോൾ തന്നെ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രിയുടെ സൂംബ ഡാൻസ്. CPI എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വനിതാ സംഗമത്തിലായിരുന്നു മന്ത്രിയുടെ ഡാൻസ്. മിഥുന്റെ മരണത്തിൽ നാടും വീടുമെല്ലാം ഒരുപോലെ നെഞ്ചുലഞ്ഞു നിൽക്കുമ്പോഴാണ് വിവാദ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ മന്ത്രി സൂംബ ഡാൻസ് ചെയ്യാൻ പോയിരിക്കുന്നത്. മിഥുന്റെ മരണത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നതിന് പിന്നാലെ മന്ത്രിയുടെ ഡാൻസിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. എന്തായാലും മന്ത്രിയുടെ വിവാദ പരാമർശവും അനവസരത്തിലെ സൂംബ ഡാൻസും ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി പറഞ്ഞതുപോലെ മിഥുന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അധ്യാപകർക്കും സർക്കാർ സംവിധാനങ്ങൾക്കും അത്ര പെട്ടെന്ന് തലയൂരാനാകില്ല. സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ ഏതൊരു സാധാരണക്കാരനും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും അവിടുത്തെ അപകട സാധ്യത. മിഥുന്റെ ദാരുണ സംഭവം ഉണ്ടായില്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ അതൊരു അപകടം അവിടെ സൃഷ്ടിച്ചേനെ. അത് ഒഴിവാക്കേണ്ടവർ അത് കൃത്യസമയത്ത് ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ അതിൽ നിന്നും തലയൂരാൻ ശ്രമിച്ചിട്ട് എന്താണ് ഗുണം? നഷ്ടപ്പെട്ടത് അവന്റെ കുടുംബത്തിനാണ്. ഇനി മറ്റൊരിടത്തും ഇതുപോലൊരവസ്ഥ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികളാണ് ഇനി കൈക്കൊള്ളേണ്ടത്.